Hi friends, welcome to Diya's World. റെഡ് കളർ സാറ്റിൻ റിബൺ വെച്ചുള്ളൊരു ഹെയർ ബാൻഡാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 1 ഇഞ്ച് വീതിയുള്ള സാറ്റിൻ റിബണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാനായിട്ട് 1.5 ഇഞ്ച് നീളത്തിലുള്ള പീസുകളായിട്ട് സാറ്റിൻ റിബൺ കട്ട് ചെയ്തെടുക്കുക. ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ 16 പെറ്റൽസാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ പെറ്റൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ഒരു പീസ് എടുക്കുക. ആ പീസ് നീളത്തിൽ 2ആയി മടക്കി പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസാണ് ഈ ചാനലിൽ ഇടുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പെറ്റലും എടുത്ത് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ചെറുതായിട്ട് ബേൺ ചെയ്ത് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്ത ഭാഗം വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ ബേൺ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. സാറ്റിൻ റിബൺ വെച്ചും ബീഡ്സ് വെച്ചുമെല്ലാം ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. പെറ്റൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ടോട്ടൽ 16 പെറ്റൽസ് ആണ് വേണ്ടത് ഒരു ഫ്ലവറിന്. ഇനി ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പെറ്റൽ എടുക്കുക. അതിലിതുപോലെ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കണം. പകുതി വരെ മാത്രമേ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ പെറ്റൽ വയ്ക്കുമ്പോൾ ആദ്യത്തെ പെറ്റലിൻ്റെ മുകളിലായി വേണം വയ്ക്കാൻ. ഒരു പകുതി ഭാഗം വരെ വയ്ക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി തുന്നി കൊടുക്കാം. രണ്ടാമത്തെ പെറ്റലിൻ്റെ പകുതി വരെ മാത്രം തുന്നുക. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പെറ്റൽ വയ്ക്കാം. പകുതി വരെ തുന്നി ഇനി മൂന്നാമത്തെ പെറ്റൽ എടുത്തിട്ട് ആ രണ്ടാമത്തെ പെറ്റലിൻ്റെ അടിയിലായിട്ട് വേണം വയ്ക്കാൻ. അടിയിൽ വയ്ക്കുക. ഒരു പകുതി ഭാഗം വരെ വയ്ക്കുക. അതായത് ആദ്യത്തെ പെറ്റലിനോട് ചേർന്നിരിക്കണം മൂന്നാമത്തെ പെറ്റൽ. ഇനി മൂന്നാമത്തെ പെറ്റലിൻ്റെ പകുതി വരെ തുന്നിയെടുക്കുക. നാലാമത്തെ പെറ്റൽ വയ്ക്കുമ്പോൾ മുകളിലായി വേണം വയ്ക്കാൻ. കണ്ടോ? അതായത് രണ്ടാമത്തെയും നാലാമത്തെയും പെറ്റൽ മുകളിലായും ഒന്നാമത്തെയും മൂന്നാമത്തെയും പെറ്റൽ താഴെയായും വേണം വരാൻ. നാലാമത്തെ പെറ്റൽ വെച്ചു. അതിൻ്റെ പകുതി ഭാഗം വരെ തുന്നി. ഇനി അഞ്ചാമത്തെ പെറ്റൽ വയ്ക്കുമ്പോൾ താഴെ വേണം വയ്ക്കാൻ. പിന്നെയും പകുതി വരെ തുന്നുക. ഈ പാറ്റേണിൽ 8 പെറ്റലും തുന്നിയെടുക്കണം. എട്ടാമത്തെ പെറ്റലാണ് ഇപ്പോൾ തുന്നിക്കൊണ്ടിരിക്കുന്നത്. പകുതി വരെ മാത്രം തുന്നുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ പെറ്റലില്ലേ, ആദ്യത്തെ പെറ്റലിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെക്കണം. അതായത് എട്ടാമത്തെ പെറ്റൽ ആദ്യത്തെ പെറ്റലിൻ്റെ മുകളിൽ വരണം. അത് കഴിഞ്ഞ് അവിടെയും കൂടെ ഒന്ന് തുന്നി കൊടുക്കണം. തുന്നിക്കഴിഞ്ഞ് സൂചി പുറകിലേക്ക് കുത്തിയെടുക്കണം. ഇനി ആ നൂലിൽ പിടിച്ച് വലിച്ച് ഈ പെറ്റൽസ് എല്ലാം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. പതിയെ നൂല് വലിച്ചെടുക്കുക. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പായി മാറുന്നത് കാണാൻ പറ്റും. പെറ്റൽസിൻ്റെ എല്ലാം പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുക. 4 പെറ്റൽസ് മുകളിലും 4 പെറ്റൽസ് താഴെയും വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത്. നൂല് നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് 2 തവണ കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫ്ലവറിൻ്റെ ഒരു ലെയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഒരു ലെയറും കൂടെ വേണം. അതായത് ടോട്ടൽ 2 ലെയർ വേണം ഒരു ഫ്ലവറിന്. ആദ്യം ഒരു ലെയർ എടുക്കുക. അതിൻ്റെ നടുക്ക് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിന് മുകളിൽ മറ്റേ ലെയർ ഒട്ടിച്ചു കൊടുക്കുക. നല്ലപോലെ അമർത്തി പിടിച്ചതിന് ശേഷം പെറ്റൽസ് എല്ലാം ഒന്ന് പൊസിഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. നല്ല ഭംഗിക്ക് എല്ലാ പെറ്റൽസും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്ക് ഒരു സ്റ്റോൺ കൂടി ഒട്ടിച്ചു കൊടുക്കണം. നടുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ഫ്ലവർ റെഡിയായി. ഇതേപോലെ തന്നെ ഒരു ഫ്ലവർ കൂടെ വേണം. എന്നിട്ട് നമുക്ക് ഹെയർ ബാൻഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഹെയർ ബാൻഡ് സാറ്റിൻ റിബൺ വെച്ച് കവർ ചെയ്ത ഹെയർ ബാൻഡാണ്.
അതിൻ്റെ ഒരു സൈഡിലായിട്ട് വേണം 2 ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ ആദ്യം ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുക. അതിനോട് ചേർന്ന് തന്നെ ഒരു സൈഡിലായിട്ട് രണ്ടാമത്തെ ഫ്ലവറും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.